കോട്ടയം പനച്ചിക്കാട് സിൽവർ ലൈനിന്റെ പേരിൽ വീടിന് രണ്ടാം നില പണിയാൻ അനുമതി നൽകിയില്ല. കെ-റെയിലിന്റെ അനുമതി വേണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി. വീട് ബഫർ സോൺ പരിധിയിലെന്നും NOC നൽകണമെന്നും സെക്രട്ടറി. കെ-റെയിൽ തഹസീൽദാർക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ കത്തിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. വൈശാഖ് കോമാട്ടൽ വിശദാംശങ്ങളുമായി ചേരുന്നു. വൈശാഖ്, ഈ പനച്ചിക്കാട്ടെ വീട്ടുകാരുടെ അനുഭവത്തിൽ നിന്ന് സിൽവർ ലൈനിന്റെ പേരിൽ ഒരു തരത്തിലുള്ള ക്രയവിക്രയങ്ങൾക്കോ മറ്റ് അനുമതികൾക്കോ തടസ്സമില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം പറയുന്നത് വാസ്തവമല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിഷ, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പനച്ചിക്കാട് പഞ്ചായത്ത് ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ തന്നെ കേരളത്തിനെതിരെ ഏറ്റവും വലിയ സമരം, ആദ്യത്തെ സമരം നടന്ന ഒരു സ്ഥലം കൂടിയാണ് പനച്ചിക്കാട് പഞ്ചായത്ത്. അതിൽ കൊല്ലാട് മേഖലയിൽ SNDPക്ക് സമീപത്തുള്ള എനിക്ക് പുറകിൽ കാണുന്ന ഈ വീടിന് രണ്ടാം നില പണിയുന്നതിന് ബന്ധപ്പെട്ടാണ് അപേക്ഷ നൽകിയത്. അതിൽ ആ അപേക്ഷ കഴിഞ്ഞ ജനുവരിയിൽ നൽകിയതാണ്. അനുമതി ചോദിച്ചുകൊണ്ട് ഈ കത്ത് നൽകി. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായൊരു ആദ്യഘട്ടത്തിൽ കെ-റെയിലിനെ സമീപിക്കുന്ന ഒരു നിർദ്ദേശമാണ് അവർക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കെ-റെയിലിന്റെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇപ്പോൾ 2 മാസം പിന്നിടുന്നു. 2 മാസം പിന്നിട്ടിട്ടും അവർക്ക് ഈ കെട്ടിട നിർമ്മാണത്തിലുള്ള NOC ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ വീടിന്റെ ഉടമ നമ്മളോടൊപ്പം ചേർന്നുണ്ട്, ജിമ്മി എന്ന അദ്ദേഹത്തിന്റെ പേര്. എന്താണ് നമുക്ക് കിട്ടിയ മറുപടി? ഇപ്പൊ എത്ര നാളായി കാത്തിരിക്കുന്നു? ഞങ്ങളിപ്പോൾ ഏകദേശം 2 മാസത്തോളമായി കൊടുത്തിട്ട്. പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കെ-റെയിലിൻ്റെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അവിടുന്ന് ഒരു NOC നമുക്ക് പേപ്പർ പഞ്ചായത്തിലേക്ക് തരുവാണെങ്കിൽ അവർക്ക് സാങ്ഷൻ തരുന്നതിന് യാതൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പേപ്പർ പഞ്ചായത്തിൽ നിന്ന് തന്നു. ഞങ്ങൾ അവിടെ ബന്ധപ്പെട്ട ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. അവരെന്താ പറയുന്നത്? ഈ ഉദ്യോഗസ്ഥരോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ അത് വന്നിട്ടില്ല. ഒരാഴ്ചയിലും തിരക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും എല്ലാ ദിവസവും തിരക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയിലും. ഇതുവരെ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ കെട്ടിടം മുകളിലേക്ക് പണി, ഇപ്പം എത്ര നാളെ ഇവിടെ താമസിക്കുന്നുണ്ട്? ഇപ്പോൾ എന്താണ്? ഏകദേശം 5 വർഷത്തോളമായി. 2 റൂമായിട്ട് പണിയാനായിട്ടായിരുന്നു, എക്സ്റ്റൻഷന് വേണ്ടി കൊടുക്കാനായിട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് സാങ്ഷന് വേണ്ടി കൊടുത്തതാണ്. എന്താണ് ഇത് അറിയുന്നത്? കെ-റെയിലിന്റെ പരിധിയിൽ വരുന്നുണ്ടെന്നാണോ അവർ പറഞ്ഞത്? എന്താണ് അവർ പറഞ്ഞത്? ബഫർ സോൺ ആണെന്നാണോ? ഏത് അല്ല, ഈ ഫുൾ ബ്ലോക്ക് ഒറ്റ സർവേ നമ്പറിൽ കിടക്കുന്നതാണ്. ആ സർവേ നമ്പർ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൽ ശരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കല്ലുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പാത ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഏകദേശം നമ്മുടെ ആ താഴെ കാണുന്ന കണ്ടത്തിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒരൊറ്റ സർവേ നമ്പറിലാണ് ഇത് കിടക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഇതിൽ നിന്നുള്ള NOC വേണമെന്നാണ് പറഞ്ഞത്. പണി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ NOC വേണമെന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ആരുടെ കയ്യിൽ നിന്ന് NOC വേണമെന്നാണ് പറയുന്നത്? അതും അവർ പെൻഡിങ് വെച്ചേക്കുക. നിഷ, ഇതിൽ പഞ്ചായത്തിനാണ് സാധാരണ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പണിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിനാണ് സമീപിക്കേണ്ടത്. പഞ്ചായത്തിനെ ഇവർ സമീപിച്ചു. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട് NOC നൽകേണ്ടത്. കെ-റെയിലിലെ സ്പെഷ്യൽ തഹസിൽദാറിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ തഹസിൽദാറാണെന്നൊരു നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ഈ സ്പെഷ്യൽ തഹസിൽദാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇങ്ങനെ ഒരു അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. ഈ അപേക്ഷ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശം ഈ സിൽവർ ലൈനിന്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് അതിന് ഈ പറയുന്ന NOC നൽകണമെന്ന് താല്പര്യപ്പെടുന്നു എന്നുള്ളൊരു ആവശ്യത്തോടു കൂടി തന്നെ ഈ അതിന്റെ കത്താണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതിൽ ആ കത്തിൽ കൃത്യമായി തന്നെ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ പറയുന്നുണ്ട് ഇത് സിൽവർ ലൈനിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത്, ഈ കെ-റെയിലുമായി ബന്ധപ്പെട്ട അതിന്റെ സ്പെഷ്യൽ തഹസിൽദാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ഏകദേശം ഒരു 3-4 തവണ അവർ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെ പോകുമ്പോൾ ഈ തഹസിൽദാരെ കാണാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോണിലൂടെ തിരക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടും അവർ കൃത്യമായ മറുപടി നൽകുന്നില്ല. ഇപ്പോൾ 2-2.5 മാസം പിന്നിടുകയാണ്. ഈ അവധിക്കാലത്തിന് മുൻപ് തന്നെ പണി പൂർത്തിയായിരിക്കാനായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. പക്ഷേ അത് നടപ്പിലാകുന്നില്ല. ഏതായാലും ഇവിടുത്തെ സമരസമിതിയൊക്കെ സജീവമായി തന്നെ ഇവിടെയുണ്ട്. ഈ അവിടുത്തെ ആളുകളും എന്താണ് ഇവിടുത്തെ ഒരു നിലവിലത്തെ ഒരു കണ്ടീഷൻ? ഇപ്പൊ എന്താണ് ഒരു വ്യക്തത തരുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഒരു വ്യക്തതയും തരുന്നില്ല. നിലവിൽ ഈ പാത കടന്നു പോകുന്നത് ഏകദേശം 10-30 മീറ്റർ മാറിയാണ്. അത് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളത് ചെക്ക് ചെയ്തതുമാണ്. പക്ഷേ ഇവർ 10 മീറ്റർ ബഫർ സോൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 10-30 മീറ്ററിന് ഇങ്ങേപ്പുറയുള്ള ഈ വീടുകൾക്ക് പോലും ഇപ്പോൾ ഇത് NOC പോലും കൊടുക്കുന്നില്ല. അത് ബാധകമാണെന്ന് പഞ്ചായത്തിൽ നിന്ന് പറയുന്നു. ബാങ്കുകളിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഇത് പെൻഡിങ് വെക്കുന്നു. ഇങ്ങനെയുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടം വരെയാണ്? ഈ ബഫർ സോൺ പരിധിയിൽ വരുന്ന ആരെയും ഈ നേരത്തെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അന്നൊക്കെ മുഖ്യമന്ത്രി വിശദീകരിച്ചത് പ്രശ്നങ്ങളില്ലാതെ പോകുന്നതാണ്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. മുഖ്യമന്ത്രി വിശദീകരിച്ച അനുസരിച്ച് 5 മീറ്റർ ബഫർ സോൺ അല്ലെങ്കിൽ 10 മീറ്റർ, ആദ്യമേ 10 മീറ്റർ എന്ന് പറഞ്ഞു, പിന്നെ അത് കുറച്ചു. എന്നിട്ട് ഇതിപ്പോൾ 30 മീറ്റർ 40 മീറ്ററിന് മാറിയാണ് ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്.
അതിൽ പോലും ഇപ്പോൾ NOCക്ക് ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാണ് നമ്മൾ പോയപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമുക്കിതുമായി ബന്ധപ്പെട്ട് നേരത്തെ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. ഇപ്പൊ ഇതിന് പോയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആർക്കും ഒരു മുന്നറിയിപ്പ് തന്നിട്ടില്ല. ഇപ്പൊ കല്ലിടാൻ വരുന്നത് പോലും ഒരു മുന്നറിയിപ്പ് ഇല്ലാതെയല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുന്നറിയിപ്പോ ഒരു നോട്ടീസോ പോലും നമുക്ക് തരുന്നില്ലോ. ഇന്ന രീതിയിൽ ഇന്ന ദിവസം വരും, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചർച്ച ചെയ്യുകയോ പഞ്ചായത്തിൽ നിന്ന് ഇൻഫർമേഷനോ ഗ്രാമസഭയോ ഒന്നും നമുക്കറിയില്ല. ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്ന് നമുക്ക് കല്ലിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഇത്രയും നാളും അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഒരാൾ കയ്യേറാൻ പറ്റുമോ? എന്താണ് ഇവിടുത്തെ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം ജിമ്മി വീടിൻ്റെ അപ്സ്റ്റെയർ പണിയാൻ വേണ്ടി എക്സ്റ്റൻഷൻ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ സർവേ നമ്പർ പോലും KRLന്റെ അണ്ടറിലാണ് കിടക്കുന്നതെന്ന്. തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം ജനങ്ങളെ കൂടി ഒഴിപ്പിച്ചല്ലേ KRLന്റെ പദ്ധതി നടപ്പിലാക്കുന്നത്. മാത്രമല്ല 2000 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത്. ഇന്നലത്തെ പേപ്പറിൽ തന്നെ മനോരമയ്ക്കകത്ത് തന്നെ കണ്ടു KSRTCക്ക് കൊടുക്കാൻ ശമ്പളം കൊടുക്കാനില്ല.